നാട്ടിൽ നിന്ന് വന്നപ്പോൾ ബീഫും മീനും എല്ലാം അച്ചാറിട്ട് അച്ഛനിങ്ങനെ തന്നു വിടും കേട്ടോ എപ്പോഴും. അപ്പോൾ ഇതെല്ലാം തീർന്നു തുടങ്ങി. അപ്പോൾ ഇനി അടുത്ത വർഷം വരെ ഈ നോക്കിയിരിക്കണം എന്നാത്തിനാ, നമുക്കൊരു അച്ചാർ അങ്ങോട്ട് ഇട്ടാലോ. കോട്ടയംകാർ ആയതുകൊണ്ട് തന്നെ ബീഫും മീനും ചിക്കനും ഒക്കെ ഉണ്ടാക്കാൻ അത്ര മോശമൊന്നും അല്ല കേട്ടോ. നമ്മൾ എവിടെ പോയാലും ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ ഞാൻ അച്ചാർ ഇടാനായിട്ട് എടുക്കുന്ന മീൻ എന്ന് പറയുന്നത് ചൂരമീനാണ് കേട്ടോ. അപ്പോൾ ചൂരമീനെല്ലാം എന്താ കട്ട് ചെയ്ത് നമ്മൾ മസാലയൊക്കെ പരട്ടിയിട്ട് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനിതാ ഇതുപോലൊരു വലിയ പാത്രം അടുപ്പയിൽ വെച്ചിട്ട് അതിലേക്ക് നിറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. ഫുള്ളല്ല, ഈ ഒരു മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിക്കണേ. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ട് ഈ മീൻ ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു ഒരെണ്ണം ജസ്റ്റ് ഇട്ട് നോക്കാവേ, ഇതിൻ്റെ ചൂടായോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇട്ടപ്പോൾ തന്നെ ഇതാ ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതായിട്ടുണ്ട് എണ്ണ. ഇനി നമുക്ക് ബാക്കി കുറച്ച് മീൻ ഇട്ട് കൊടുക്കാവേ, കാരണം ഇത് ഫുള്ളായിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. കുറച്ച് കുറച്ച് വറുത്ത് കോരിയാലേ ഇത് കംപ്ലീറ്റ്ലി അത് ഉള്ളൊക്കെ വേവത്തുള്ളൂ, നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് 2-3 ട്രിപ്പായിട്ട് ഇട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് ഇതാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതാ ഇവിടെ ഫ്രൈ ആവട്ടെ. ആ ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണേ. കാരണം ഇത് ഗ്രേവി വേണ്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചതച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം എനിക്ക് അധികം ഗ്രേവി വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് പൊടികളൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വെക്കണേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവേ. ഞാനൊരു 1.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പം ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1 സ്പൂണ് അച്ചാർ പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടി എടുത്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ മീനെല്ലാം ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരിയിടാം കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പ് മീൻ വറുക്കാനിടാം കേട്ടോ. അങ്ങനെ ഞാനൊരു 3 പ്രാവശ്യമായിട്ട് വറുത്ത് കോരിയിട്ട് എടുക്കുന്നുണ്ട്. കാരണം നല്ലോണം മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചിട്ട് വറുത്താലേ നല്ല ആ ഒരു മീൻ ആ ഒരു ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വറുത്ത് കോരി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാവേ. അപ്പോൾ ഇതുപോലൊരു പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ നാളൊക്കെ നിൽക്കണം അച്ചാർ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. എപ്പോഴും അച്ചാറിടുമ്പോഴേക്ക് നല്ലെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണേ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോഴേക്കും ഞാൻ ആദ്യം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുകെല്ലാം നല്ലോണം പൊട്ടി ഒന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ. നല്ലോണം മൂക്കാണ്ട് നമ്മൾ ഒരിക്കലും പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇത് കുറച്ചൊരു ടേസ്റ്റ് വരണമെങ്കിൽ ഇതിൻ്റെ ഒരു നല്ലോണം മൂത്ത ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. അപ്പോൾ തീയെല്ലാം കുറച്ച് വെച്ച് നമ്മളിതെല്ലാം ഒന്ന് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കേട്ടോ, കറിവേപ്പിലയൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ പൊടിയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മൂപ്പിച്ച് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു പെട്ടെന്ന് ഒഴിക്കരുത്, കാരണം കണ്ണിലേക്കൊരു ചെറിയൊരു ഗ്യാസ് ഉണ്ടാവും. സോ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി അതിൻ്റെ ഒരു ഗ്രേവി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഇനി ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്ത് ഇതിലെ മസാലയൊക്കെ നല്ലോണം ഒന്ന് പുരട്ടി ഇളക്കണം കേട്ടോ ഇതുപോലെ. എന്നിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിലെല്ലാം വെച്ച് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്നൊരു സെറ്റാക്കി എടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പെല്ലാം ഇടയ്ക്ക് ഇതുപോലെ നോക്കണേ. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പെല്ലാം വീണ്ടും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളുടെ മീനച്ചാർ ഇവിടെ റെഡിയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു പാകത്തിന് വേണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡ്രൈ ആയിട്ട് എടുത്തത്. ചിലർക്കൊന്നും ഇങ്ങനെ ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് പേസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ എണ്ണയിൽ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. ആവശ്യത്തിന് കുറച്ച് വിനാഗിരിയും കൂടെ ഇതിൽ ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കോട്ടയം മീനച്ചാർ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിറ്റേ വർഷം കിട്ടാനായിട്ട് അതൊന്ന് വെയിറ്റ് ചെയ്യുന്നു വേണ്ട കേട്ടോ. നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളതേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്